എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രതിഷേധത്തിലേക്ക്. അടുത്ത മാസം 5-ന് കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് സമരസമിതി മാർച്ച് സംഘടിപ്പിക്കും. ദുരിതബാധിതരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ സർക്കാർ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം. ജനുവരി 30-നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ടത്. സമരം തുടങ്ങി 35-ാം ദിവസം പിന്നിടുമ്പോഴും ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കാതെ വന്നതോടെയാണ് പ്രതിഷേധ സമരം വീണ്ടും ശക്തമാക്കുന്നത്. മാർച്ച് 5-ന് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും RDO ഓഫീസിലേക്കാണ് സമരസമിതിയുടെ പ്രതിഷേധ മാർച്ച്. മന്ത്രിമാരെയൊക്കെ കണ്ട് ഇത് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് യാതൊരു നിവൃത്തിയില്ലാതെ ഒരു ഘട്ടത്തിലാണ് സമരം ആരംഭിക്കുന്നത്. 2 ആഴ്ച പിന്നിടുമ്പോഴും ഒരു തരത്തിലുള്ള പ്രതികരണത്തിന് സർക്കാർ തയ്യാറായിട്ടില്ല. പൊതുസമൂഹം നമ്മോടൊപ്പം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ തീരുന്നില്ലെങ്കിൽ മരണം വരെ അനിശ്ചിതകാല നിരാഹാര സമരമൊക്കെ നടത്താനുള്ള ആലോചനകളാണ് നമ്മൾ നടത്തി വരുന്നത്. 2017-ലെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് ദുരിതബാധിതരെന്ന് കണ്ടെത്തിയിട്ടും പട്ടികയിൽ ഉൾപ്പെടുത്താതെ പോയ 1031 പേരെ പരിഗണിക്കുക എന്നതാണ് സമരക്കാരുടെ മുഖ്യ ആവശ്യം. മരുന്നും ചികിത്സയും ലഭ്യമാക്കുക, എൻഡോസൾഫാൻ സെൽ യോഗം ചേർന്ന് കിട്ടേണ്ട നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാരിൽ നിന്നോ കമ്പനിയിൽ നിന്നോ വാങ്ങി നൽകാനുള്ള നിയമ നടപടികളിലേക്ക് കടക്കുക, സർക്കാരിന്റെ വിവാദ ഉത്തരവ് പിൻവലിക്കുക എന്നിങ്ങനെ പ്രധാന ആവശ്യങ്ങളാണ് ദുരിതബാധിതർ നിരന്തരം ഉന്നയിക്കുന്നത്. സമരത്തിന് സർക്കാർ പ്രാധാന്യം നൽകുന്നില്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്ന് ദുരിതബാധിതർ പറഞ്ഞിരുന്നു. റിപ്പോർട്ടർ അർജുൻ ഹേമ, റിപ്പോർട്ടർ, കാസർഗോഡ്.